I've now not. There is no one movie of Malayalam that I watched and I didn't like. അത് ആരുടെ കൂടെ വേണമെന്ന് ഞാൻ പറയാം. എനിക്ക് യുവനോടതാ വേണം, എനിക്ക് യുവനോടതാ വേണം. ഞാൻ പറയാം, ഞാൻ കേട്ടതാ, പറഞ്ഞോ. ഞാൻ മുമ്പ് പറയുന്ന കേട്ടായിരുന്നു, അതായത് ഞാൻ ഈ ഡയറക്ടറിന് വേണ്ടി ഏകദേശം 7 വർഷം ഞാൻ മാറ്റി വെച്ചു. ബാഹുബലിക്ക് പ്രഭാസ് കൊടുത്തത് 5 വർഷമേ ഉള്ളൂ. എന്താ ഇത് കേട്ടിട്ടായിരിക്കും ചിലപ്പം ബേസിൽ ജോസഫും ടൊവിനോ തോമസും ചാൻസിന് വേണ്ടി വിളിക്കുന്നത്. പറഞ്ഞ മിസ്സാക്കണ്ട, പറഞ്ഞോ. വേണം. റോഡ് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് തോന്നുന്നു. ആ മധുരയിൽ കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങി വരുന്ന സമയം കുറച്ച് ആളുകൾ വന്ന് എന്നെ ഹഗ് ചെയ്തു. ഞങ്ങൾ പ്യുവർലി ഒരു മധുരക്കാരനെ കണ്ടു വന്നു. ആസ് എ ആക്ടർ എനിക്ക് കിട്ടുന്ന വലിയൊരു അപ്രിസിയേഷനാണ്. Are you going to these films or these films coming to you? What's the magic of all this? ஏன்னா ஸ்டார்டிங்ல எனக்கு வாய்ப்பு வந்தது. അത് മട്ടും കിടയാതെ ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ മധുരയിലേക്ക് പോയില്ലെങ്കിൽ മടിയിട്ട് സംഭവിക്കായിരുന്നു. ആ മധുരയ്ക്ക് പോയത് കൊണ്ട് കെടാസണ്ട സംഭവിച്ചു, ജോക്കി സംഭവിച്ചു. അടുത്ത 10 കൊല്ലം പോയി കിട്ടിയത്. நான் என்ன பண்றதுங்க, எல்லாரும் சூப்பரா நடிக்கிறாங்க, எல்லாருக்கும் எனக்கு எனக்கு பிடிக்கும். അപ്പൊ അങ്ങേ ആരെ പിടിക്കും? எல்லாரையும் பிடிக்கும் எனக்கு. ഇനി അടുത്തത് മടി 2 ചെയ്യാന്ന് പറഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പോകുമായിരുന്നു. ആദ്യം 4 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ ആരെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യണം. എന്നാലും ടൊവിനോ തോമസിന്റെ കൂടെയും ബേസിൽ ജോസഫിന്റെ കൂടെയും നമ്മളുടെ ഫാസിൽ സാറിന്റെ കൂടെയൊക്കെ അഭിനയിക്കാനാണ് ആഗ്രഹം. ഇതിന്റെ വൻ കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഇന്റർവ്യൂകളിലെ എല്ലാം തമ്പതായിരിക്കും. അഭിരാമിക്ക് ടൊവിനോയുടെ ബേസിൽ കൂടെ അഭിനയിക്കണം. ടൊവിനോ ഇത് യാരുടെ ഇന്ന് അഭിരാമി My dates are free though, sir. അതെന്താ ബേസിൽ കൊടുക്കണ്ടേ? Basil. All audience should connect with the film, not only the Tamil audience. Dulquer sir also I want, yeah. Okay, next time. Okay, I'll get the paper and pen. Okay. Miss me one. ആരും സിനിമയിൽ വർക്ക് ചെയ്യാതെ ഇല്ലാതെ നമ്മൾ പുതിയതായിട്ട് സിനിമയിലേക്ക് എൻട്രി ചെയ്ത് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രീനെ കുറിച്ച് മൊത്തം പഠിച്ച് ക്ലിയർ ചെയ്ത് അത് സിനിമയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ എഫേർട്ട് പോരാ. സിനിമാടെക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മടി എന്ന സിനിമ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മഡ് റേസിംഗ് സിനിമയായിരുന്നു. അതിനുശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് ജോക്കി. അപ്പോൾ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ നമ്മളൊപ്പം ചേരുന്നത് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. സോ അപ്പോൾ ജോക്കി, ഈ ടൈറ്റിൽ തന്നെ ഭയങ്കര ക്യാച്ചിയാണ്, കുറച്ച് അറ്റൻഷൻ സീക്കിംഗ് പോലത്തെ ഒരു സാധനമാണ് ഈ ജോക്കി എന്ന് പറയുന്ന സംഭവം. അപ്പം ബേസിക്കലി എന്താണ് ജോക്കി? ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് തരാൻ പറ്റുമായിരുന്നു. ജോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട എന്ന് പറഞ്ഞ ആടിൻ്റെ കൂടെയുള്ള കെടാക്കട്ടാരിന് മധുരയിൽ പറയുന്നതാണ് ജോക്കി എന്നുള്ളത്. ഈ കെടാക്കട്ടാരി എന്ന് പറയുന്ന ആളാണ് ജോക്കി, കെടേനെ ഏവുന്ന ആൾ. ആ ഒരു നെയിം ഡയറക്ടർക്ക് ഇൻസ്പയർ ആയി അദ്ദേഹം അതിന് ജോക്കി എന്ന നെയിം കൊടുത്തിരിക്കും. പ്രൈമറിലി ഇതിൽ ആ കെടാക്കെട്ട് അല്ലെങ്കിൽ ജോക്കി എന്ന് പറയുന്ന ആളാണോ ഇതിൽ ഈ സിനിമയിൽ ഒരു മുഖ്യ വേഷം? അതെ. ഈ അനിമൽ ട്രെയിനറിന് നമ്മൾ ജോക്കി എന്നാണല്ലോ പറയുക. ഇതിൽ 2 പേർക്കും ആടുണ്ട്. ആ ആടിനെ മെയിൻ കഥാപാത്രമാക്കിയിട്ടാണ് സ്റ്റോറി പോകുന്നത്. ഫ്രം ദ ട്രെയിലർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗോഡ് ഫൈറ്റ്, ഈ കെടാസെറ്റ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ആ ഒരു ഗോഡ് ഫൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ സോ എന്താണ് ശരിക്കും ഈ സിനിമയുടെ ഒരു തീം, അല്ലെങ്കിൽ ഈ ഗോഡ് ഫൈറ്റ് ആണോ? അതെ, ഇതൊരു മധുര ബാക്ക്ഡ്രോപ്പ് ആയിട്ട് വരുന്ന ഒരു ചിത്രമാണ്. ഇത് മധുരയിലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്പോർട്ടാണ് ഈ കെടാ സൺഡേ എന്ന് പറയുന്നത്, ജല്ലിക്കെട്ട് പോലെ. അപ്പോൾ അതാണ് ഡയറക്ടർ ഫുള്ളായി റിസർച്ച് ചെയ്തിട്ടുള്ളത്. ഈ കൾച്ചർ ശരിക്കും എവിടത്തെയാണ് ഈ ഗോഡ് ഫൈറ്റ് എന്ന് പറയുന്ന കൾച്ചർ? കാരണം ഞാൻ റിസർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മൂവി ഇതിന് മുന്നേ വന്നിട്ടില്ല. ഇല്ല, ഗോഡ് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു ഇന്ത്യയിൽ. അപ്പോൾ സോ അപ്പം ഈ ഒരു കൾച്ചർ എവിടുത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ തമിഴ്നാട്ടിൽ കെടാ സൺഡേ എന്ന് പറയുന്ന ഈ ഒരു വീരവിളയാട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഡയറക്ടർക്ക് അദ്ദേഹം ഒരു മധുര ട്രാവലിൻ്റെ ഇടയിൽ അദ്ദേഹം ഈ ഒരു കെടാ സൺഡേ കാണുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഒരു
കെടയും ഒരു കെട കട്ടാരിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഇമോഷണൽ അദ്ദേഹത്തിന് സ്പാർക്ക് ആയിട്ടാണ് അവിടെ നിന്നാണ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. യെസ്, ഞാനാണ് ഒരു ഗ്രേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതെ. അപ്പം ശരിക്കും എങ്ങനെയായിരുന്നു ഈ വില്ലൻ ഹീറോ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് കോൺഫ്ലിക്റ്റ് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഉണ്ട് കംപ്ലീറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു ഫാമിലി ഡ്രാമ കൂടിയിട്ടാണ്, എല്ലാ ഇമോഷനും ചേർന്നതാണ്. ഇത് ഞങ്ങൾ എൻ്റെ അടുത്ത് ഡയറക്ടർ സംസാരിക്കുന്നത് 2022 ഈ ഒരു സ്റ്റോറിയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ 2022 തൊട്ട് ഇപ്പോൾ എനിക്കൊരു വലിയ ചലഞ്ചായിരുന്നു. ഇത് മധുരയെ ഒരു ട്രഡീഷണൽ അവരുടെ കൾച്ചറിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പോട്ടാണ്, നമ്മൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ട്രോൾ മെറ്റീരിയലായി മാറും. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇത് ടൈം എടുത്ത് ഡീറ്റെയിൽ ആയി പഠിച്ച് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്, അതുമല്ല അനിമലെ വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ അനിമലിൻ്റെ കൂടെ ട്രെയിനിങ് എടുത്ത് ഈ ഒരു സ്ലാങ്ങും ഈ ഇവിടുത്തെ മാനറിസവും എല്ലാം ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ എനിക്ക് വേണം, ഇതേപോലെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അദ്ദേഹം അതിൻ്റെ സ്റ്റോറീസും അതിൻ്റെ ബാക്ക് സ്റ്റോറീസും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അത് ഞങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്തു. റിസൾട്ട് ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് ഞാൻ കുറച്ച് കണ്ടിരുന്നു, അതായത് നിങ്ങളുടെ ഒരു 3 years ഓഫ് ഹാർഡ് വർക്കിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. സോ അപ്പോൾ അത് ശരിക്കും അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ 3 വർഷം നിങ്ങൾക്ക് അവിടെ പോയി ഈ ഒരു കംപ്ലീറ്റ് സിനാരിയോ കണ്ട് പഠിച്ച് അത് അത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? 100%. അതുള്ളത് കൊണ്ടാണ് ആ സിനിമയിൽ ഇന്നലെ FDFS ഞാൻ കണ്ടു, മധുരയിലായിരുന്നു. ആ മധുരയിൽ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന സമയത്ത് കുറച്ച് ആളുകൾ വന്ന് എന്നെ ഹഗ് ചെയ്തു. ഞങ്ങൾ പ്യുവർലി ഒരു മധുരക്കാരനെ കണ്ടു പറഞ്ഞു. ആസ് എ ആക്ടർ എനിക്ക് കിട്ടുന്ന വലിയൊരു അപ്രിസിയേഷനാണത്. ആ 3 വർഷത്തെ ആ എഫേർട്ടാണ് അതിൽ കാണുന്നത്. ഇപ്പം ബേസിക്കലി നിങ്ങൾ പാലക്കാടല്ലേ? അതെ, രണ്ടുപേരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ പാലക്കാടാണെങ്കിലും ഈ മധുരയിലെ സ്ലാങ്ങുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അത് വ്യത്യസ്തമാണെന്ന് അല്ലെങ്കിൽ ആ ഡയലക്റ്റ് പിടിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ ചേട്ടനാണെങ്കിലും യുവൻ ചേട്ടനാണെങ്കിലും രണ്ടുപേരും പറഞ്ഞു. അല്ല, അതായത് എൻ്റെ 2ാമത്തെ മൂവിയാണ് ഇതേ ഡയറക്ടറിൻ്റെ കൂടെ. ഫസ്റ്റ് ആള് മഡ്ഡിയാണ് ചെയ്തത്. മഡ്ഡിക്ക് ഞാനൊരു 4 years ആൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് നേരെ മധുരയിൽ പോയി. മധുരയിൽ പോയതിന് ശേഷമാണ് ഈ കെടാസൻ്റെ ആള് കാണുന്നത്. കെടാസൻ്റെ കണ്ട് പറഞ്ഞാൽ നന്നായിട്ട് ആസ്വദിച്ച് കണ്ടോ, സൂപ്പറല്ലേ ചോദിച്ചു. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല കിടിലനായിട്ടുണ്ട്. കെട അടിക്കുന്നത്, കെട എന്ന് പറഞ്ഞ ആട് അടിക്കുന്നത്, ആ കളം, ആൾക്കാർ എൻജോയ് ചെയ്യുന്നത്, അതെല്ലാം നന്നായിട്ടുണ്ട് പറഞ്ഞു. ശരി, ഞാൻ ഇതാണ് അടുത്ത സിനിമ എടുക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്ന് അതാ പറഞ്ഞത്, ഒരു 3 കൊല്ലം ഇവിടെ നിന്നോന്ന്. അതായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്ബലിന് കറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കെട മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു കെടയും ഒരു കെടാക്കട്ടാരിയും പുറത്തേക്ക് പോവാണ്, നടന്നിട്ട് പോവാണ്. അപ്പൊ അവൻ കെടയുടെ അടുത്ത് പറയുകയാണ്, വിട് നമുക്ക് അടുത്ത മത്സരത്തിൽ പിടിക്കുക എന്ന് പറയാണ്. അതായത് ആ ഒരു ബോണ്ടിങ് ഉണ്ട്, അതായത് ആ ആടും ആ വ്യക്തിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് പെട്ടെന്ന് കിട്ടുന്നതല്ല. നമ്മളൊരു ഡോഗ് അല്ലെങ്കിൽ അതേപോലെ ഒരു അനിമലിനെ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് പോലെയല്ല ഈ ഒരു കെടേനെ ട്രീറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് ഒരുപാട് സമയം നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മളൊരു 3 വർഷം എടുത്ത് എങ്ങനെ കെടേനെ പിടിക്കണം, എങ്ങനെ അടിപ്പിക്കണം, എങ്ങനെ അതിന് ഫുഡ് കൊടുക്കണം, എങ്ങനെ അതിനെ കെട്ടിയിടണം. അതിനൊരു തൂണിലാണ് കെട്ടിയിടുന്നത്. കെട്ടിയിടുമ്പോൾ തന്നെ അത് തൂണിൽ അടിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ബ്രീഡെ ആ അടിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ തൂണിന് നമ്മളത് അഴിക്കുന്നത് മുതൽ നമ്മളത് കെയർ ചെയ്ത് പിടിച്ചില്ലെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാണ്, കൂടെ നടക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, തൊട്ടടുത്ത് നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അത് അടിക്കും, 100% അത് അടിച്ചു കളയും. അപ്പം എങ്ങനെ അതിനെ പിടിക്കണം, ഇൻ കേസ് നമ്മൾ തന്നെ അത് കെട അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ എങ്ങനെ അതിന്ന് എസ്കേപ്പ് ആവണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അത്രയും ഡീറ്റെയിലിൽ പോയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ ചെയ്യാൻ പറ്റിയത്. അത് കണ്ടിട്ട് അവരുടെ ഇന്നലെ FDFS പറയുന്ന പോലെ മധുരയിലാണ് കണ്ടത്. കണ്ടിട്ട് അവരുടെ ആ റെസ്പോൺസ് ഉണ്ടല്ലോ, നമുക്ക് അവരിൽ ഒരുവനായിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആ റെസ്പോൺസ് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറയുന്ന കേട്ടായിരുന്നു, അതായത് ഞാൻ ഈ ഡയറക്ടറിന് വേണ്ടി ഏകദേശം 7 വർഷം ഞാൻ മാറ്റി വെച്ചു. ബാഹുബലിക്ക് പ്രഭാസ് കൊടുത്തത് 5 വർഷമേ ഉള്ളൂ. വേണ്ട, അതല്ല, നെവർ സീൻ കണ്ടന്റ് വൺസ് അഗെയിൻ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മഡ്ഡി എന്നുള്ളൊരു ടാഗ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതിന് നമ്മളൊരു റെസ്പെക്ട് ചെയ്തൊരു ടൈം കൊടുക്കണ്ടേ. അതേപോലെ മഡ്ഡിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇതുവരെ കാണാത്തൊരു സ്പോട്ടാണ് അദ്ദേഹം മൂവിയായിട്ട് കൺവെർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 7 വർഷം കൊടുത്തു കഴിഞ്ഞാലും എത്രയോ പടങ്ങൾ ഇറങ്ങുന്നു, എത്രയോ ആർട്ടിസ്റ്റുകൾ
ഒരു ചാൻസിന് വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാർ, ചാൻസ് ഒരു ചെറിയൊന്ന് സ്ക്രീനിലൊന്ന് തല കാണിക്കാൻ നടക്കുന്ന ഒരുപാട് പേരുകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട് അവരൊന്നും ചെയ്യാൻ പറ്റാത്ത ആ 2 മൂവിയിൽ ഒരു മെയിൻ പാർട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഗോഡ് ഗ്രേസ് എനിക്കത് സാധിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ 7 വർഷം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടബോധമില്ല. ആ ഒരു സാക്രിഫൈസ് 7 years ഓഫ് സാക്രിഫൈസ് വർത്താണെന്ന് തോന്നുന്നു. 101% അത് വർത്താണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അഭിരാമി ഒന്നും മിണ്ടുന്നില്ല. The next question goes to you because the kind of dialect that you have or the kind of accent that you have right now is a bit different from the one that you might be talking in the movie, which is the Madurai one. So how do you kind of manage to have a transformation into that particular one? இப்போ ஃபர்ஸ்ட்லி நான் வந்து மலையாளம் கண்டிப்பா கத்துக்கிட்டு நெக்ஸ்ட் இன்டர்வியூல மலையாளம் സംസാരിക്കും. ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഓക്കേ ഓക്കേ നെക്സ്റ്റ് മൂവിയില ടോവിനോ ஓகே ஸோ இப்போ பேசிக்லி நான் வந்து தமிழ் பேஸ்டுங்கிறனால கொஞ்சம் அந்த ஆக்சென்ட்டும் அந்த ஒரு அந்த ஸ்லாங் பிடிச்சா மட்டும் போதுமா இருந்தது. பட் அப்பயுமே எனக்கு கொஞ்சம் கஷ்டமா தான் இருந்தது. பிகாஸ் இட் ஹேஸ் அ வெரி டிஃப்ரெண்ட் nuance that you have to have an attitude for. It is not just the slang, it's about that body language and attitude. But my character மீனாட்சிக்கு வந்து அவ்வளவா அந்த ஆட்டிடியூட் தேவைப்படலை. ஆனால் இவங்க 2 பேருக்கு அது இருந்தது. அண்ட் இவங்க 2 பேரும் அது ரொம்ப சூப்பராக புல் ஆஃப் பண்ணியிருந்தாங்க. நாட் பேஸ்ட் ஃப்ரம் தமிழ், they did an amazing job. Okay. And there's one question I always wanted to ask you, because the kind of films that you pull off is Thanase and the Kootam, Asirana, and of course Rakshasan. So all these things these things kind of make people jealous of you because of the filmography, the kind of filmography that you have. So how do you kind of approach to these films? Are these films coming to you, or are you going to these films, or these films coming to you? What's the magic of all these things? Okay, so firstly I'm grateful to the God. ஏன்னா ஸ்டார்டிங்ல எனக்கு வாய்ப்பு வந்தது. அது மட்டும் கிடையாது, நாங்கள் எல்லாரும் தெய்வத்தை ஸ்டார்டிங்ல வாய்ப்பு வந்தது, அமைஞ்சது. அதுக்கப்புறமா நான் அமைச்சிக்கணும், லைக் கதைகள் கேட்பேன். So first it came to me, it happened, and then I had to make it happen that way, so that my filmography is in such way. So you have to put the effort. As in to be very intelligent while choosing the script. So I have to be, I'm very responsible when it comes to being a part of any movie. Okay. So எனக்கு ஹீரோயினா தான் பண்ணணுங்கிற மாதிரி ஒரு இது கிடையாது. லைக் இப்போ அந்த படத்துல எது இம்பார்ட்டன்ட் கேரக்டரா இருக்கோ அதை நான் பண்ணணும் அப்படிங்கிறது தான் என்னோட ஆசை. ஸோ அந்த மாதிரி தான் இப்போ தமிழ்ல நிறைய ஃபிலிம்ஸ் லைக் ஜம்மா, கண்ணகி, அந்த மாதிரி ஐ ஹாவ் அ சர்டன் செக்டார். இங்கே கூட நாகேந்திரன், சனி மூன்ஸ். ஸோ ஐ ஹவ் டன் been very choosy. அந்த மாதிரி ஜாக்கியும் ஒரு நல்ல கதை. அது particularly choosy ஆவனதானோ? ஆமா, choosy. ஏன்னா நான் கிளாமர் மெட்டீரியல் கிடையாது, அது எனக்கே என்னால ஆக்டிங் மட்டும் தான் பண்ண முடியும். ஸோ அதனால ஐ எம் only choosing scripts that will allow me as an actor to evolve. Okay. Yeah. So ഈ ഒരു പർട്ടിക്കുലർ മൂവി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഞാൻ പ്രഗബൽ സാർ പറയുന്നത് കണ്ടായിരുന്നു, അതായത് മടി 2 എന്നൊരു കൺസെപ്റ്റിലാണ് ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇരുന്നത്. പക്ഷേ ആൻഡ് അങ്ങനെയാണ് ഈ ജോക്കിയിലേക്ക് എത്തുന്നത്. സോ അപ്പോൾ മടി ഒരു കംപ്ലീറ്റ് മലയാളം മൂവി ആയിരുന്നു, ആൻഡ് ഓഫ് കോഴ്സ് പാൻ ഇന്ത്യൻ. സോ അപ്പൊ എന്തുകൊണ്ടാണ് ജോക്കി ഒരു തമിഴ് എല്ലാം കേട്ടിട്ടുണ്ട്? ഇല്ല, ഇത് ജോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മധുര ബാക്ക് ഡ്രോപ്പ് വരുന്ന സമയത്ത് അത് അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ട്രഡീഷണൽ കൾച്ചറിൽ ആ ലാംഗ്വേജിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിപ്പോൾ നമുക്ക് ഡബ് ചെയ്തിട്ട് എന്തായാലും തെലുങ്കിലും അതേപോലെ തന്നെ കന്നഡയിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തമിഴിൽ ഇറക്കിയതിന് ശേഷം ബാക്കി എല്ലാത്തിലും ഇറക്കുന്നു. എല്ലാം ഡബ് കഴിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഞങ്ങൾ മധുരയിൽ തന്നെ കാണണം, മധുരയിൽ തന്നെ തുടങ്ങണം. എല്ലാം ഗോഡ് ഗ്രേസ് കറക്റ്റായിട്ട് മധുരയിൽ തന്നെ സ്റ്റാർട്ടായി. അവിടെ തന്നെ എത്രത്തോളം കണക്ട് ആവുന്ന ആദ്യം അറിയണമെന്ന്. ആ ഫീല് കിട്ടണം. അപ്പം സോ ഞാൻ ശക്തി സാറിനോട് തമിഴാ? ഓക്കെ, ഞാൻ കംഫർട്ടബിൾ. The thing is that composing music for this particular movie will be a bit difficult, to be frank, because that's what I feel like. Yes. Because it's a bit raw. It's completely kind of, I don't know how to explain this, but it's so original, it's so genuine. That's what I feel like. So and interacting with all these animal stuff and all. So what was the challenging moment for you to compose for in accordance with all these things? Yeah, first of all எனக்கு வந்து இந்த மியூசிக் சேலஞ்சாக பண்ணுறதே வந்து ரொம்ப பிடிக்கும். எனக்கு சேலஞ்சாக பண்ணால் தான் நம்ம புதுசாக பண்ண கற்றுப்போம் எப்போவுமே, அது சேலஞ்சாக எடுத்துக்கும்போது. அண்டு ஜாக்கி மூவி வந்து கொஞ்சம்
நிறைய எக்ஸ்ப்ளோர் பண்ணியிருக்கோம் மியூசிக்கில். பிகாஸ் டெம்ப்ளேட்ஸ் there is no template we followed for the music because it's a global film, in pan-Indian film basically. So all audience should connect with the film, not only the Tamil audience or thing. Every industry should connect the film. So we did a music like that overall. And jockey കടിച്ചതിൽ എനിക്ക് എൻ കരിയറിൽ ഇറ്റ്സ് എ ബിഗ് ഫിലിം. മടി ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മഡ് റേസിംഗ് കൺസെപ്റ്റിൽ ഒരു സിനിമയായിരുന്നു. ആൻഡ് ജോക്കി ഈസ് റൈറ്റ് നൗ ഒരു ആദ്യത്തെ കെടാസെട്ട കൺസെപ്റ്റിൽ വരുന്ന സിനിമ. നിങ്ങൾക്ക് ഈ ആദ്യത്തതിനോട് എന്താണ് ഇത്ര ഒരു ശരിക്കും ഡയറക്ടർ ഒന്നും അറിയാതിരിക്കുന്ന അഭിരാമി അല്ല, ഡയറക്ടർ എപ്പോഴും യൂണിക് കണ്ടന്റുകൾ എപ്പോഴും അദ്ദേഹത്തിന് ഭയങ്കര ക്രേസാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യൂണിക് കണ്ടന്റിനോട് ഭയങ്കര ക്രേസാണ്. സ്പോർട്സ് എലമെന്റ്സിനോടും കുറച്ച് ക്രേസ് കൂടുതലാണ്. കുറച്ച് ആക്ഷൻ പരിപാടികൾക്ക് ഒരു മാസ് എലിവേറ്റീവ് സീൻസ് ആണ് അദ്ദേഹം എല്ലാ ഇതിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള യൂണിക് കണ്ടന്റുകളാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അത് ഓൾറെഡി അദ്ദേഹം മഡി 2 സ്ക്രിപ്റ്റ് എല്ലാം എഴുതി ക്ലിയർ ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ആ മധുരയിലേക്ക് പോയില്ലെങ്കിൽ മഡി 2 സംഭവിക്കായിരുന്നു. ആ മധുരയ്ക്ക് പോയത് കൊണ്ട് കെടാസണ്ട സംഭവിച്ചു, ജോക്കി സംഭവിച്ചു. അടുത്ത 10 കൊല്ലം പോയി കിട്ടിയ ഇനി അടുത്തത് മഡി 2 ചെയ്യാന്ന് പറഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പോകുമായിരുന്നു. ആദ്യമല്ല പ്രകാശൻ എന്നോട് മഡി 2 ചെയ്യാൻ പറയാത്തതുകൊണ്ട് എന്റെ 3 കൊല്ലം പോകുന്നില്ല. സോ അപ്പം അൾട്ടിമേറ്റ്ലി അഭിരാമിനെ എങ്ങനെയാണ് സാർ കൺവിൻസ് ചെയ്യുന്നത് ഈ ജോക്കി ചെയ്യാൻ വേണ്ടി? എനിക്ക് ഐ തിങ്ക് ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് വെട്രിമാരൻ സാറിൻ്റെ സിനിമാസ് ഭയങ്കര ഇഷ്ടമാണ്. അസുരൻ ഇൻസ്പയർ ആയിട്ടുണ്ട്. അസുരൻ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലൊരു ക്യാരക്ടർ ഉണ്ട്, മീനാക്ഷി എന്ന ക്യാരക്ടർ കറക്റ്റായിട്ട് അമ്മുവിലേക്ക് വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ അമ്മുവിനെ തന്നെയാണ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരേ ഒരാളുടെ അടുത്താണ് സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്, അമ്മുവിൻ്റെ അടുത്ത് മാത്രമാണ്. അപ്പൊ 7 കൊല്ലം മാറ്റി വെച്ച യുവനൊക്കെ അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ അല്ല 7 കൊല്ലം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ ആരെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യണം. ആരും സിനിമയിൽ വർക്ക് ചെയ്യാതെ ഇല്ലാതെ നമ്മൾ പുതിയതായിട്ട് സിനിമയിലേക്ക് എൻട്രി ചെയ്ത് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രീനെ കുറിച്ച് മൊത്തം പഠിച്ച് ക്ലിയർ ചെയ്ത് അത് സിനിമയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ എഫേർട്ട് പോരല്ല. അത് ഇത്രയും എന്നാലും നമുക്കത് സക്സസ് ആയിട്ട് മഡി 1200 തിയേറ്റേഴ്സിൽ നമ്മൾ 5 ലാംഗ്വേജിൽ റിലീസ് ചെയ്തു. അത് കോവിഡ് സമയമായതുകൊണ്ടും എന്തായാലും പുതിയ പുതുമുഖങ്ങളുടെ സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആൾക്കാർ തിയേറ്ററിലേക്ക് വരാത്ത, പിന്നെ ഒന്നാമത് കോവിഡ് സമയം കൂടെ ആയപ്പം അതുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ അത് OTTയിൽ പെർഫോം ചെയ്തു. അപ്പം ആ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടേ അതിന്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 7 വർഷം എടുത്തിരിക്കുന്നത് 2 മൂവിക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഒരു വില്ലൻ കഥാപാത്രമാണല്ലോ ഇപ്പം ഇതിനകത്ത് റിദാൻ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി ഇപ്പം മിക്ക സിനിമകളിലും അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ഈഗോ ക്ലാഷുകളൊക്കെ ഉള്ള സിനിമകളിനകത്ത് ഇപ്പം അൾട്ടിമേറ്റ്ലി വില്ലൻ ഒരു പർട്ടിക്കുലർ റീസൺ കാണും. സോ അത് കേൾക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് തോന്നും ഓക്കെ ഫൈനലി വില്ലൻ ആയിരുന്നു റൈറ്റ് എന്ന് നമുക്ക് തോന്നുന്നു. അത്തരം ക്ലാഷ് അത്തരം ഒരു റിവീലിംഗ് പോലത്തെ ഒരു സംഭവം ഉണ്ടോ? വില്ലൻ സ്റ്റോറി ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് മധുരൈ ഇതിലായത് കൊണ്ട് അവിടെ എന്ന് പറയുന്ന സമയത്ത് എല്ലാം സെലിബ്രേഷൻ കൂടുതലാണ്. അപ്പോൾ വില്ലൻ്റേതായിട്ടുള്ള ഒരു പ്രൈഡ് ഉണ്ട്. അവിടെ ഒരു വില്ലൻ്റേതായിട്ടുള്ള ശരികളുണ്ട്. ആ ശരികളിലൂടെ തന്നെയാണ് വില്ലൻ പോകുന്നത്. അപ്പം എനിക്കതിൽ ആ ക്യാരക്ടറിൽ പൂർണ്ണമായും എനിക്ക് മനസ്സിലാക്കിയത് ആ ശരികളിലൂടെയാണ് ആ ക്യാരക്ടർ ട്രാവൽ ചെയ്തിരിക്കുന്നത് എന്നതാണ്. അത് പൂർണ്ണമായും കൊടുക്കാൻ പറ്റിയെന്ന് മനസ്സിലാക്കുന്നു. ഈ 3 years ജേർണിയിൽ നിങ്ങൾക്ക് ഇതിപ്പം എന്നോട് പറയുണ്ടായി, അതായത് നേരത്തെ ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാവേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരം ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഈ ആടിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഒന്നിൽ കൂടുതൽ ആടുകളുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ആടിനും ഓരോ സ്വഭാവമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. മാറി മാറി തന്നെ കൺട്രോൾ ചെയ്യണം. ഒരാടിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ വേറൊരാടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില സമയങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ വന്ന് അടിക്കും. അത് അടിക്കുമ്പോൾ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാകും. ചില സമയത്ത് അത് കൊണ്ടുപോകുന്ന സമയത്ത് സൈഡ് ഇങ്ങനെ വെട്ടും. അപ്പോൾ ആ വെട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് തട്ടും. അപ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. ആ മൂവി കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് കറക്റ്റായിട്ട് സൈഡ് കട്ട് ചെയ്യുന്ന
ഷോട്ട്സുകളുണ്ട്. അത് സൈഡ് കട്ട് ചെയ്ത് നമ്മളെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം പ്രഷർ വരും ആ അടിക്ക് എന്നുള്ളത്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതായത് ഇതിന്റെ ഈ കൊമ്പിന്റെ സൈഡിലായിട്ടൊരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ശരിക്കും ശരിക്കും ആ കഴുത്തിലല്ല ഇതിനെ കെട്ടുക. ഇതിന്റെ കയറ് കഴുത്തിൽ ഉപയോഗിക്കില്ല. ഇതിന്റെ ഈ കൊമ്പിൽ ഈ ഇതിലാണ് കെട്ടുന്നത്. ഇത് ഇങ്ങനെ എടുത്ത് ചുറ്റിയിട്ട് ആ കയറിലാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ആ കൊമ്പിൽ കെട്ടുന്നില്ല അറ്റത്ത്, അത് കെട്ടിയിട്ടാണ് നമ്മൾ ഒരു കട്ട കുഴിച്ചിട്ടിട്ട് അതിലാണ് കെട്ടുന്നത്. ഈ കട്ടയിലാണ് ഇത് ഇടിക്കുന്നത്. ആ ഇടിക്കുന്ന ഫോഴ്സ് ഈ കൊമ്പിനും കൂടെ വന്നിട്ടാണ് ഈ കൊമ്പ് കുറച്ചും കൂടെ വലുതാവുന്നത്. ഒരു ആഴ്ച ഒരു സൈഡിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നത്തെ ആഴ്ച നമുക്ക് വേറെ സൈഡിൽ കെട്ടണം. അതുകൊണ്ടാണ് ആ 2 സൈഡിലും ക്ലിപ്പ് വരുന്നത്. ഇതിൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡെപ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ബാക്കിൽ. എപ്പിസോഡ് വേണ്ടി വരും. അഭിരാമിക്ക് ഈ ആടുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മിംഗിൾ ചെയ്യേണ്ട സീൻസുകൾ ഉണ്ടായിരുന്നു? இருக்கு. ஹீரோ சாரோட கெடா காளி அவன் கூட காம்பினேஷன்ஸ் இருக்கு. அண்ட் ஹீ இஸ் a very sweet boy. He didn't do anything. நான் கொஞ்சம் செட்ல போகும்போது he is very sweet, but when it comes to those sequences he is like brilliant. ஆனா ரொம்ப calm composed ஹீரோ மாதிரி. இவரோட கெடா வந்து இவர மாதிரி. The kind of films that you've already done, so how different is this one from all those ones? That's இது வந்து லைக் இப்போ இந்த படம் வந்து இட்ஸ் அ பக்கா கமர்ஷியலான ஒரு மூவி. ஓகே, இதுல வந்து ஹீரோஸ் வந்து அந்த 2 கெடா, அதோட ஜாக்கீஸ் வந்து தே ஆர் லைக் சப்போர்ட்டிங் ஹீரோஸ் மாதிரி தான். ஈவன் தே சே தட். ஸோ அந்த மாதிரி ஒரு ஸ்கிரிப்ட்ல வந்து ஒரு ரிலீஃபாக ஒரு லவ் போர்ஷன் வேணும்னும் போது மீனாட்சிங்கிற கேரக்டர் வந்து தேவைப்படுது. அதுவுமே வந்து ஐ டோன்ட் ஃபீல் இட் இஸ் நாட் திணிக்கப்பட்டு இருக்கும்ல சில ஸ்கிரிப்ட்ஸ்ல வந்து சும்மா ஒரு லவ் போர்ஷன் இல்லாமல் ஷீல் பி அ பார்ட் ஆஃப் த என்டையர் போர்ஷன். ஸோ ஐ ஆல்வேஸ் டன் வெரி பர்ஃபார்மன்ஸ் இன்டென்சிவ் ரோல்ஸ், வெரி எக்ஸாஸ்டிங் ரோல்ஸ் பிஃபோர். ஸோ ஐ ஆல்சோ வாண்டட் அ சேஞ்ச் வேர் ஐ எம் ஜஸ்ட் வெரி ஹாப்பி கோ லக்கி அண்ட் தேர் இஸ் ஆல்சோ பர்ஃபார்மன்ஸ் இன் திஸ் மூவி. பட் கொஞ்சம் கம்மியா வேலை இவங்க பண்ணுவாங்க, நான் ஜஸ்ட் ஜாலியாக. ஸோ இது அந்த மாதிரி டிஃபரன்ஸ் இருக்கு. And when it comes to Malayalam, what kind of films do you prefer to act in? Performance oriented வேணும். Even in Malayalam? Of course, yes. That's what மலையாளம்ல எல்லா கதையுமே நல்ல கதையா தான் வரும். நான் பார்த்த வரைக்குமே. I have now not, there is no one movie of Malayalam that I watched and I didn't like. അത് ആരുടെ കൂടെ വേണമെന്ന് ഞാൻ പറയാം. എനിക്ക് ഇവനോട് താ വേണം. എനിക്ക് ഇവനോട് താ വേണം. ഞാൻ പറയാം, ഞാൻ കേട്ടതാ, പറഞ്ഞോ. ഇത് കേട്ടിട്ടായിരിക്കും ചിലപ്പം ബേസിൽ ജോസഫും ടൊവിനോ തോമസും ചാൻസിന് വേണ്ടി വിളിക്കുന്നത്. പറഞ്ഞാ മിസ്സാക്കണ്ട, പറഞ്ഞാ വേണം എനിക്ക് ഇങ്ങ வந்து என்ன கதை வந்தாலும் I'll be happy to do because I love this. എന്നാലും ടൊവിനോ തോമസിന്റെ കൂടെയും ബേസിൽ ജോസഫിന്റെ കൂടെയും നമ്മുടെ ഫഹദ് ഫാസിൽ സാറിന്റെ കൂടെ ഒക്കെ അഭിനയിക്കാനാണ് ആഗ്രഹം. ഇതിന്റെ വൻ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഇന്റർവ്യൂകളിലെ എല്ലാം തമ്പതായിരിക്കും. അഭിരാമിക്ക് அவர் பார்த்து yes my dates are free Tovino sir. അതെന്താ ബേസിൽ കൊടുക്കണ്ടേ? Basil sir my dates are free. കൊള്ളാം. അപ്പം നിങ്ങൾ രണ്ടുപേരും അപ്പം നിങ്ങളുടെ ആദ്യത്തെ ഫിലിം ഒരു മലയാളം ഫിലിം ആയിരുന്നു. ഓഫ് കോഴ്സ് അത് പാൻ ഇന്ത്യയും പോലെ പോയിരുന്നു. പക്ഷെ ഇനി എന്നാണ് മലയാളത്തിൽ നമുക്ക് ഇതുപോലെ ഒരു പക്ക റോ ഒറിജിനൽ പോലത്തെ ഒരു സാധനം നമുക്ക് പിടിക്കാൻ പറ്റും, ദാറ്റ് ടു ഇൻക്ലൂഡിങ് അഭിരാമി? ഇപ്പോൾ ഡയറക്ടർ മഡി ടു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മേ ബി അത് അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ഇതിൻ്റെ പ്രീക്വലും സീക്വലും അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് 3 സ്റ്റോറിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അത് അതിൽ എന്തായാലും കാസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. അതല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങും, ടയർഡായിരിക്കും. പക്ഷേ റഗ്ബല് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നാളത്തെ കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഇത്രയും വലിയൊരു പടം എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിരിക്കണമെന്നറിയോ? 45 days കൊണ്ടാണ് മൊത്തം പടം ഷൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സം ഡേയ്സ് നൈറ്റ് ഫുൾ നൈറ്റ് ഒക്കെ പോയിട്ട് നിങ്ങൾ ഈ ത്രൂ ഔട്ട് 45 days നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഓൾമോസ്റ്റ് എനിക്ക് കുറച്ച് കുറവുണ്ട്. അതായത് ലവ് പോർഷൻ വരുന്ന പോർഷനിലൊന്നും ഞാൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പോർഷൻസ് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത്രയും ഫുൾ എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വർക്ക് ചെയ്ത് പോയത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ബാക്ക് എൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ബാക്കിൽ.
അതേപോലെ ഇവരിനെ എല്ലാവരിനെയും ഇപ്പം മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ സാറാണെന്നുണ്ടെങ്കിലും എല്ലാവരിനെയും മുൻകൂട്ടി തന്നെ പടത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും ഒരു ടീമായി ഡിസ്കസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് എല്ലാവരുടെയും കൂടെ ഒരു റിസൾട്ടാണ് കാണുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്, കൊടുക്കാൻ പറ്റുന്നത്. എന്തായാലും ജോക്കി കേരളത്തിൽ ഒരു വലിയ വിജയമാവട്ടെ, വലിയ പ്രേക്ഷകരുടെ അത്രത്തോളം പ്രശംസ കിട്ടാനായിട്ട് പറ്റട്ടെ, സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മലയാളം ജോബിനോ ബേസിൽ അതുകൊണ്ടു അങ്ങനത്തെ ഉള്ള വലിയ വലിയ ആഗ്രഹം. Dulquer sir also I want, yeah. Okay, next interview. நான் என்ன பண்றீங்க, எல்லாரும் சூப்பரா நடிக்கிறாங்க, எல்லாருக்கும் எனக்கு பிடிக்கும். அப்ப அங்க யாரை பிடிக்கும்? எல்லாரையும் பிடிக்கும் எனக்கு. எல்லாரும் Controversy. நான் எல்லாரோட நடிக்கிறேன். Okay. Well, let all these dreams come true and Thank this you. will So be sweet a of you. grand success. Yeah. What else is it? Thank you. Thank you so much. Thank you.